ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പോൾ 2024 വളരെ എനിക്ക് വളരെ നല്ലതായിരുന്നു. ബിസിനസ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നു, എന്നാലും നല്ലതായിരുന്നു. ഇതെൻ്റെ കേക്കിൻ്റെ 8ാമത്തെ വർഷമാണ്. ആദ്യം മുതൽ 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കേക്ക് മേടിച്ചവരുണ്ട്, കണ്ടിന്യൂസ് സപ്പോർട്ട് ചെയ്തവരുണ്ട്. എത്ര ലോങ് ആയാലും ഇപ്പം എല്ലാവരുടെയും മുക്കനും മൂലയ്ക്കും കേക്കുകളുണ്ട്. എന്നിട്ടും എൻ്റെ കേക്ക് തന്നെ ഇപ്പോൾ ഡെലിവറി ചാർജ് എത്രയായാലും എൻ്റെ നിന്ന് കേക്ക് മേടിച്ച എല്ലാവർക്കും, അടുത്തുള്ളവരും ഒക്കെ, ഇത്രയും അകലെ ചേലക്കരയുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ഇപ്പോഴും എൻ്റെ തന്നെ കേക്ക് മേടിക്കുന്നത്. ഡെലിവറി ചാർജ് ആയാലും ഇപ്പോൾ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞാലും അവർ ഇപ്പോൾ ഒക്കേഷൻ അല്ലെങ്കിൽ കൂടെ അവർ വന്ന് മേടിച്ചിട്ട് പോകാറുണ്ട്, വെറുതെ ചുമ്മാ കഴിക്കാൻ. അപ്പോൾ അവർക്കും താങ്ക്സ്. കണ്ടിന്യൂസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അതുപോലെ ഡിസംബർ 24 ഡിസംബർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 24 മൊത്തം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലൈഫിൽ കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടായി, ഇല്ലയെന്ന് പറയുന്നത് നല്ലോണം ടെൻഷൻ തന്നെ. എൻ്റെ മക്കൾ 10th ആണ്, എനിക്ക് അതൊരു ടെൻഷനുണ്ട്. പക്ഷെ ആ കറക്റ്റ് ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ മെഡിറ്റേഷനിൽ ചേർത്ത്. നല്ല മെഡിറ്റേഷനാണ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട്. എനിക്ക് മെഡിറ്റേഷൻ ഇഷ്ടമാണ്. ഫസ്റ്റ് ആർട്ട് ഓഫ് ലിവിങ് ആണ് ചെയ്തത്. അത് എൻ്റെ മദറിലോ നിർബന്ധിച്ചിട്ട് കൊണ്ട് ചേർത്തിയൊരു ഇതായിരുന്നു. അതെല്ലാവർക്കും അറിയുന്നതാണ്, ശ്രീ രവിശങ്കറിൻ്റെ. അതിനേക്കാട്ടിലും എത്രയോ നല്ലൊരു മെഡിറ്റേഷനാണ് ഇത്. അപ്പം നമ്മളെ കറക്റ്റായിട്ട് അവർ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, ലൈക്ക് മണി, സമാധാനം, ആരോഗ്യം, പീസ് ഓഫ് മൈൻഡ്, പിന്നെ ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് നടന്നു കിട്ടുക, അതൊരു ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ ഒരു മെഡിറ്റേഷനിലൂടെ അവർ നമുക്ക് മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറേ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു കാര്യം ചെറുതായിട്ട് കുഞ്ഞു കാര്യങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നടന്നിട്ടുണ്ട്. ഇടയിൽ വല്ലാണ്ടൊരു ടെൻഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൽ എന്നെ ചേർത്തത് എൻ്റെ ഫ്രണ്ടാണ് ദീപ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടെൻഷനുള്ള സമയത്ത് അവൾ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അതിങ്ങനെ അത്ര സീരിയസ് ആയിരുന്നില്ല. പിന്നെ മെഡിറ്റേഷൻ്റെ ആ ഒരു ഇത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഡിസംബറിൽ കേക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്, ബിക്കോസ് മക്കളുടെ 10th എക്സാമാണ്. അപ്പോൾ ചെയ്യണില്ല എന്ന് വിചാരിച്ചിരുന്നത് അവരുടെ മോഡലായതുകൊണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ഒരു ആഡോ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഡിസംബർ 1 തൊട്ടിട്ട് നോട്ടീസ് ഇടുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും തന്നെ ചെയ്തില്ല, ഒരു സ്റ്റാറ്റസ് പോലും ഇട്ടില്ല. 18ാം തീയതിയാണ് എക്സാം കഴിഞ്ഞത്. 18ാം തീയതി അതിന് മുന്നേ തൊട്ടിട്ട് തന്നെ എൻക്വയറീസ് വന്നു തുടങ്ങി. ഇപ്പോൾ വളരെ അകലെ നിന്നൊക്കെ കേക്ക്, ലൈക്ക് പ്ലം കേക്ക്, പുഡിങ് കേക്കൊക്കെ മേടിച്ചിട്ട് പോകുന്നവരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുക്കിനും മൂലയ്ക്കും ഉണ്ടായിട്ട് പോലും അവർ എൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാം എന്തേലും ഒരു, അതേപോലെ ഈ ഒരു എക്സാം സമയത്ത് ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ 8 വർഷമായിട്ട് എൻ്റെ നിന്നാണ് കേക്ക് മോം ടു ബി തൊട്ടിട്ട് മേടിക്കുന്നത്. അപ്പോൾ ചേച്ചി എന്തേലും ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യുന്നില്ല. ഞാൻ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴയതൊന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊന്നും മേടിച്ചില്ല. അപ്പോൾ അത് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ വേറെ അറേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചു, ചേച്ചി കേക്ക് കിട്ടിയോ ചോദിച്ചു. അവർ പറഞ്ഞു കേക്ക് നിങ്ങൾ മേടിച്ചില്ലെന്ന്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര വിഷമമായി. അയ്യോ ചേച്ചി മേടിക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ജൂലിയുടെ കേക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ഞാൻ വീഡിയോ എല്ലാവരും കാണുന്നതാണ്. ചേച്ചിയുടെ പേര് എനിക്കറിയില്ല, ബിക്കോസ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ ചേച്ചി എന്തായാലും എന്നെ കോൺടാക്ട് അപ്പം ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അതുണ്ട് 2ാമത് സെയിം അതേപോലെ വന്നു. കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ടിട്ട് അവർ എൻ്റെ തന്നെയാണ് കേക്ക് മേടിക്കുന്നത്. പ്രിയ എന്ന് പറഞ്ഞ എൻ്റെ കസ്റ്റമറുടെ കസിനാണ്. അപ്പോൾ പ്രിയാസ് കസിൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അവരുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ, ഒന്ന് എങ്ങനെയെങ്കിലും തായോ ചേച്ചി, ഞങ്ങൾ വേറെ മേടിക്കുന്നില്ല, ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ ഡെലിവറി ഇല്ല, ഒന്നുമില്ല.
അപ്പോൾ പിന്നെ ഇനി ഇവരും കേക്ക് മേടിക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് ഒരു സ്പൈഡർമാൻ തീമായിരുന്നു, അത് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ അത്രയും സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന്. ഞാനങ്ങനെ വലിയ ആഡ്സോ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത് 18-ന്, അതിന് മുന്നേ തൊട്ടിട്ട് തന്നെ പ്ലം ഓർഡറുകൾ വന്നു തുടങ്ങി. അതൊക്കെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. ഒരു ആഡും ഇല്ലാണ്ട് തന്നെ എനിക്ക് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത അവർക്ക് എല്ലാവർക്കും. അതിലേറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ചേട്ടൻ സപ്പോർട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇപ്രാവശ്യത്തെ ഏറ്റവും സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈ മെഡിറ്റേഷൻ്റെ ബി ആയിരിക്കാം. അവരതിൽ പറയുന്നുണ്ട് നമ്മൾ പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ വളരെ പോസിറ്റീവായിരിക്കണം. അതെനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ചേട്ടൻ ഒരു ഇത് പരിധി കഴിഞ്ഞ് പിന്നെ ചേട്ടൻ പറയും എനിക്ക് പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇപ്രാവശ്യം എനിക്ക് ഒന്നിനും തന്നെ എനിക്ക് പോകേണ്ടി വന്നില്ല. ആള് എല്ലാ സാധനവും കൊണ്ടുവന്ന് മേടിച്ച് തരലും ചെയ്യലും ക്യാരറ്റിൻ്റെ ആയാലും എല്ലാം അതും ആള് ചെയ്തു. അതൊരു വലിയ സപ്പോർട്ടാണ്, ഭയങ്കര ഒരു സപ്പോർട്ടാണ് അത് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിന് ഞാൻ ചേട്ടന് ഒരുപാട് നന്ദി പറഞ്ഞു ഓൾറെഡി. അതേപോലെ എൻ്റെ കസ്റ്റമേഴ്സിന് പിന്നെ ഈ കറക്റ്റ് ഇതേപോലെ ബിസിനസ് ഒന്ന് ഡൗൺ ആയിരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് കറക്റ്റ് സപ്പോർട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്നും എൻ്റെ ആ സമയത്ത് എനിക്ക് മെഡിറ്റേഷനിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫുള്ളിരുന്നിട്ട് എൻ്റെ വിഷമങ്ങളും എൻ്റെ തള്ളും കരച്ചിലൊക്കെ കേട്ടിരുന്നൊരു ഫ്രണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിന് ഒരുപാട് നന്ദി. അതൊക്കെ ഡിസംബറിൽ കിട്ടിയ ഒരു ഇതാണ്. പിന്നെ ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അതിപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. അതെൻ്റെ അനിയൻ്റെ മക്കൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അവൻ 24-ലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ വർഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ളായിരുന്നു. അങ്ങനെ 24 വളരെ വളരെ നല്ലത്. അതുപോലെ നല്ല നൈബേഴ്സാണ് എല്ലാവരും. എല്ലാവരുടെയും നല്ല നൈബേഴ്സ് തന്നെയാണ്. ചിലവിടെ മാത്രം ഈ പറഞ്ഞ പോലെ 1-2 ബാക്കി എല്ലാ നൈബേഴ്സും ഇവിടെ ആണെങ്കിലും എല്ലാവരും നല്ലതാണ്. ഞാൻ പുറത്തൊന്നും എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. എന്നാലും അപ്പോൾ ചിലവിടെയൊക്കെ ഇപ്പോൾ ടൗണിലെന്ന് പറയുമ്പോൾ നമ്മളൊന്നും ആരോടെങ്കിലും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഞങ്ങൾ ഫസ്റ്റ് ഹരിനഗറിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതുണ്ട്. ഞങ്ങളുടെ സ്ട്രീറ്റ് വലിയ കുഴപ്പമില്ല, എന്നാലും ബാക്കിയുള്ളവർ പറയണ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ആണെങ്കിലും ഇപ്പോൾ എനിക്കങ്ങനെ ഞാൻ ഡെയിലി അവരെ കാണാറുമില്ല. പക്ഷെ എന്നാലും വളരെ നല്ല നൈബേഴ്സാണ് എല്ലാവരും. 3 പേരുണ്ട്. ബാക്കിലൊരു ചേച്ചി, ഫ്രണ്ടിലെ ചേച്ചി, സൈഡ് ഒരു ആൻറ്റി. അങ്ങനെ എല്ലാവരും വളരെ നല്ല നൈബേഴ്സ്. എല്ലാം കൊണ്ടും വളരെ നല്ല വർഷമായിരുന്നു. എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ അടുത്ത വർഷം എനിക്ക് വളരെ നല്ലതായിരിക്കും ആവും. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഈ മെഡിറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അവർ പറയും നമ്മൾ എന്താണോ വിചാരിക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ബിക്കോസ് അത്രയും ഞാനൊരു ആഡും പോലും ചെയ്യണം. എനിക്ക് അത്രയും ഓർഡേഴ്സ് എനിക്ക് കിട്ടി. എന്നെ പ്രതീക്ഷിച്ചിരുന്നവർ ശരി ചെയ്യുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞില്ല എന്ന് ഇരുന്നവരും എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ നന്ദി. 24 നിങ്ങൾക്ക് നന്നായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 25 എനിക്ക് നിങ്ങൾക്ക് ഒരേപോലെ നല്ലതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.